നമ്മൾ ഓരോ ദിവസവും ഫോൺ തുറക്കുമ്പോൾ കാണുന്ന വാർത്തകളിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പേരുണ്ട്: ഇറാൻ. അമേരിക്ക ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. അല്ലെങ്കിൽ യമനിലെ ഹൂതികൾക്കും ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും ഇറാൻ അത്യാധുനിക മിസൈലുകൾ നൽകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും: ഈ ഒരു കൊച്ചു രാജ്യം എന്തിനാണ് ലോകത്തെ മുഴുവൻ സൂപ്പർ പവറുകളോടും ഇങ്ങനെ തല്ലുണ്ടാക്കുന്നത്? സത്യത്തില് ഇറാൻ ലോകത്തിന്റെ കണ്ണിൽ ഒരു വില്ലനാണോ, അതോ അവർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണോ? ഇതൊരു ചെറിയ കഥയല്ല, ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ലോകത്തിന്റെ അധികാരം ആരുടെ കയ്യിലിരിക്കണം എന്ന വലിയൊരു യുദ്ധത്തിന്റെ നടുവിലാണ് ഇറാൻ എന്ന രാജ്യം നിലനിൽക്കുന്നത്. ഇറാന്റെ ചരിത്രം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇന്നത്തെ ലോക രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇറാന്റെ ആ ആരും പറയാത്ത കഥയെക്കുറിച്ചാണ്. പണ്ട് പേർഷ്യ എന്ന് വിളിച്ചിരുന്ന കാലം തൊട്ടേ ഇറാൻ ഒരു ഹോട്ട്സ്പോട്ടാണ്. ഇതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇറാന്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെയും റഷ്യയുടെയും ഇടയിലുള്ള ഒരു പാലം പോലെയായിരുന്നു ഈ രാജ്യം. രണ്ട്, അവിടെയുള്ള എണ്ണക്കിണറുകൾ. 1900കളുടെ തുടക്കത്തിൽ വില്യം ഡി ആർക്കി എന്നൊരു ബ്രിട്ടീഷുകാരൻ ഇറാൻ രാജാവുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടു. കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നും. ഇറാനിലെ മണ്ണിലുള്ള എണ്ണ കുഴിച്ചെടുക്കാനുള്ള അധികാരം മുഴുവൻ ബ്രിട്ടീഷുകാർക്ക്. ലാഭത്തിന്റെ വെറും 16% മാത്രം അവർ ഇറാന് കൊടുക്കും. ബാക്കി 84% ബ്രിട്ടൻ കൊണ്ടുപോകും. സ്വന്തം പുരയിടത്തിൽ നിധി കിട്ടിയിട്ട് അത് അയൽവാസി കൊണ്ടുപോകുന്ന അവസ്ഥ ആലോചിച്ചു നോക്കൂ. ഇതാണ് ഇറാന്റെ ഉള്ളിൽ വിദേശികളോടുള്ള വെറുപ്പിന്റെ ആദ്യത്തെ വിത്തിട്ടത്. ഇവിടെയാണ് ഇറാനിലെ മതപണ്ഡിതന്മാരുടെ ഇടപെടൽ തുടങ്ങുന്നത്. ഷിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇറാനിൽ രാജാവിനേക്കാൾ കൂടുതൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഉലമകളെയായിരുന്നു. ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം പുകയാൻ തുടങ്ങി. ഇത് തിരിച്ചറിഞ്ഞ മുഹമ്മദ് മൊസാദിഖ് എന്ന കരുത്തനായുള്ള ഒരു പ്രധാനമന്ത്രി 1951 അധികാരത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ എണ്ണ ഞങ്ങൾക്ക് വേണം, ഇത് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന്. അദ്ദേഹം ഇറാന്റെ എണ്ണ കമ്പനികളെ ദേശസാൽക്കരിച്ചു. പക്ഷേ ഇത് ബ്രിട്ടനെയും അമേരിക്കയെയും ഒരുപോലെ പ്രകോപിപ്പിച്ചു. അവർ വെറുതെ ഇരുന്നില്ല. അമേരിക്കൻ ചാരസംഘടനയായ CIA രംഗത്തിറങ്ങി. അവര് ഇറാനിൽ കുഴപ്പങ്ങളുണ്ടാക്കി. മൊസാദിഖിനെ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴേക്കിട്ടു. പകരം അവർക്കിഷ്ടമുള്ള അമേരിക്കൻ വാക്കുകൾ കേൾക്കുന്ന ഷാ രാജാവിനെ വീണ്ടും വാഴിച്ചു. ഡെമോക്രസിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന അമേരിക്ക തന്നെ ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച ചരിത്രമാണിത്. അധികാരത്തിൽ തിരിച്ചെത്തിയ ഷാ രാജാവ് ഇറാനെ പെട്ടെന്ന് ഒരു മോഡേൺ രാജ്യമാക്കാൻ നോക്കി. വെസ്റ്റേൺ കൾച്ചർ അദ്ദേഹം ഇറാനിൽ അടിച്ചേൽപ്പിച്ചു. മിനി സ്കർട്ടും നൈറ്റ് ക്ലബ്ബുകളും മദ്യശാലകളും ഇറാനിൽ വ്യാപകമായി. ഇത് കാണാൻ നല്ല മാറ്റമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇവിടുത്തെ പാരമ്പര്യ വിശ്വാസികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. തങ്ങളുടെ സംസ്കാരത്തിൽ അമേരിക്കൻ വിഷം കലർത്തുകയാണെന്ന് അവർ വിശ്വസിച്ചു. രാജാവ് അമേരിക്കയുടെ വെറുമൊരു കളിപ്പാവയായി മാറിയെന്ന് ജനങ്ങൾ പരാതിപ്പെട്ടു. രാജാവിനെതിരെ സംസാരിക്കുന്നവരെ അദ്ദേഹം ക്രൂരമായിട്ട് അടിച്ചമർത്തി. ഈ സമയത്താണ് ആയത്തുള്ള ഖുമൈനി എന്ന നേതാവ് ഉദിച്ചു വരുന്നത്. മനുഷ്യനുണ്ടാക്കിയ നിയമമല്ല, അള്ളാഹുവിന്റെ നിയമമാണ് ഒരു ഇസ്ലാമിക രാജ്യം പിന്തുടരേണ്ടത് എന്ന് ഖുമൈനിയുടെ പ്രസംഗങ്ങൾ കാട്ടുതീ പോലെ പടർന്നു. 1979 ആ വലിയ വിസ്ഫോടനം നടന്നു, ഇസ്ലാമിക് റവല്യൂഷൻ. ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. തോക്കിൻ മുനയിൽ നിന്നുകൊണ്ട് അവർ രാജാവിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. അവസാനം ഗതിയില്ലാതെ രാജാവ് നാടുവിട്ടു. ഖുമൈനി തിരിച്ചെത്തി. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അന്ന് തുടങ്ങിയതാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത്. വിപ്ലവം കഴിഞ്ഞ് മാസങ്ങൾക്കകം ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ഇറാനിയൻ വിദ്യാർത്ഥികൾ പിടിച്ചെടുത്തു. 52 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ അവരെ 444 ദിവസം തടവിലാക്കി. അമേരിക്കയ്ക്ക് അത് വലിയൊരു നാണക്കേടായിരുന്നു. അന്നു മുതൽ അമേരിക്ക ഇറാനെ തീവ്രവാദത്തിന്റെ സ്പോൺസർമാർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? കാരണം ഇസ്രായേൽ തന്നെയാണ്. മിഡിൽ ഈസ്റ്റിൽ നിലവിൽ അണുബോംബുകൾ ഉള്ളത് ഇസ്രായേലിന് മാത്രമാണ്. ഇറാൻ കൂടി ഒരു ന്യൂക്ലിയർ പവറായി മാറിയാൽ മിഡിൽ ഈസ്റ്റിലെ മൊത്തം ബാലൻസ് തെറ്റും. ഇസ്രായേലിന് പിന്നെ ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇത് തടയാൻ അമേരിക്കയും ഇസ്രായേലും വർഷങ്ങളായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇറാന്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ശാസ്ത്രജ്ഞർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. സൈബർ അറ്റാക്കുകൾ വഴി അവരുടെ ലബോറട്ടറികൾ തകർക്കുന്നു. എന്നിട്ടും ഇറാൻ തോൽവി സമ്മതിച്ചിട്ടില്ല. നിലവിൽ ഇറാൻ ഏകദേശം 60% യുറേനിയം എൻറിച്ച് ചെയ്തു കഴിഞ്ഞു എന്നാണ് UN റിപ്പോർട്ടുകൾ പറയുന്നത്.
ഒരു ബോംബ് ഉണ്ടാക്കാൻ 90% മാത്രം മതി. അതായത് ഇറാൻ ലക്ഷ്യത്തിന് തൊട്ടടുത്താണ്. ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ശ്രദ്ധിക്കുന്നത് പ്രോക്സി വാറുകൾ നടത്താനാണ്. അതായത് തങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ മറ്റു രാജ്യങ്ങളിലെ സായുധ സംഘങ്ങളെ ഇറാൻ ഉപയോഗിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ ഇവരൊക്കെ ഇറാന്റെ ആയുധങ്ങളും പണവും കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലിനെയും വിറപ്പിക്കുന്നത്. ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുമ്പോൾ അത് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയാണ് ബാധിക്കുന്നത്. തങ്ങളെ തൊട്ടാൽ ലോകത്തിന്റെ കച്ചവടം തന്നെ കൂട്ടിക്കളയുമെന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഇതിനിടയിൽ സൗദി അറേബ്യയുമായുള്ള ഇറാന്റെ തർക്കവും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു റിലീജിയസ് ഡിവിഷൻ കൂടിയാണ്. സൗദി സുന്നി മുസ്ലിങ്ങളുടെ നേതാവാകാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ ഷിയ മുസ്ലിങ്ങളുടെ സംരക്ഷകരാകാൻ നോക്കുന്നു. എന്നാൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗസയിലെ ഹമാസിനെ പോലെയുള്ള സുന്നി ഗ്രൂപ്പുകളെയും ഇറാൻ സഹായിക്കുന്നുണ്ട്. കാരണം അവരുടെ പൊതുശത്രു ഇസ്രായേലാണ്. മുസ്ലിം ലോകത്തിന്റെ ഏക രക്ഷകൻ തങ്ങളാണെന്ന് കാണിക്കാനാണ് ഇറാൻ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ പവർ കാണിക്കുമ്പോഴും ഇറാന്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം അവരുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. സാധാരണക്കാർക്ക് ജീവിക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണ്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ജനങ്ങളെ പൊറുതുമുട്ടിക്കുന്നു. ഇടയ്ക്കിടെ ഇറാനിൽ ഹിജാബ് വിരുദ്ധ സമരങ്ങൾ പോലെയുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ സർക്കാർ അത് കർശനമായിട്ട് അടിച്ചമർത്തുന്നുണ്ട്. ജനങ്ങളുടെ ദാരിദ്ര്യത്തെക്കാൾ കൂടുതൽ രാജ്യത്തിന്റെ സൈനിക ശക്തിക്കാണ് അവിടുത്തെ ഭരണകൂടം മുൻഗണന നൽകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാൻ റഷ്യയുമായും ചൈനയുമായും വലിയൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഡ്രോണുകൾ നൽകുന്നത് ഇറാനാണ്. ഇതിന് പകരമായി ചൈന ഇറാന്റെ എണ്ണ വാങ്ങുന്നു. അതായത് അമേരിക്ക ഉണ്ടാക്കിയ ഉപരോധത്തിന്റെ മതിൽ ഇറാൻ ഈ സൂപ്പർ പവറുകളെ വെച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പോരാട്ടം എവിടെ അവസാനിക്കുമെന്നാണ്. ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ കേന്ദ്രം ഒരുപക്ഷെ ഇറാൻ തന്നെയായിരിക്കും. ഒരു വശത്ത് ഇസ്രായേലിന്റെ നിലനിൽപ്പ്, മറുവശത്ത് ഇറാന്റെ ആത്മവിശ്വാസം. ഇതിനിടയിൽ കിടന്ന് കത്തുന്നത് മിഡിൽ ഈസ്റ്റിലെ സമാധാനമാണ്. ഇറാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന് അവരുടെ ഓരോ നീക്കവും വ്യക്തമാക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര രാഷ്ട്രീയം എന്നത് ശരിയും തെറ്റും തമ്മിലുള്ള പോരാട്ടങ്ങളല്ല, അത് ഓരോ രാജ്യത്തിന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇറാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്ക് വിദേശികളോട് തോന്നിയിട്ടുള്ള ഈ പകയ്ക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്നാൽ ആ പകയുടെ പേരിൽ അവർ നടത്തുന്ന നീക്കങ്ങൾ ലോകത്തെ വലിയൊരു വിപത്തിലേക്കാണോ നയിക്കുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. ഇറാനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ സ്വന്തം അഭിമാനത്തിന് വേണ്ടി പോരാടുന്നവരാണോ, അതോ ലോക സമാധാനത്തിന് ഭീഷണിയാണോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.